ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പകലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ച് സന്തോഷത്തോടെ ജയകരമായി മുന്നേറേണ്ടതിന് പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 വാക്യം വായിക്കുന്നു. യെശയ്യാവ് 41:13. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ വിടുതൽ ഇന്ന് പകൽ പ്രാപിക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിനകത്ത് ദൈവജനത്തോടുള്ള ദൈവാലോചനയെ പ്രവാചകൻ അറിയിക്കുകയാണ്. നിശ്ചയമായിട്ടും വിശ്വാസത്തോടെ ഈ തിരുവചനം നമ്മൾ ഏറ്റെടുത്താൽ വചനത്തിൻ്റെ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങും. ആ ഒരു വാക്യത്തിനകത്ത് ദൈവാത്മാവ് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ വലം കൈക്ക് പിടിക്കും. രണ്ടാമത്തെ കാര്യം, ഭയപ്പെടേണ്ട. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ആമേൻ. എപ്പോഴാ ഈ 3 കാര്യം ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്നത്? ഇന്ന് പ്രഭാതത്തിൽ ദൈവം തൻ്റെ ജനത്തോട് പറയുന്ന ആലോചനയാണ് ഈ തിരുവചനത്തിൽ നിന്ന് നമ്മൾ കേട്ടത്. കൈക്ക് പിടിക്കും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. വാസ്തവത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ ദൈവജനം കടന്നു പോവുകയാണ്. 41 അധ്യായം 11 തൊട്ടുള്ള വാക്യം നമ്മൾ വായിച്ചാൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്നു പോകും. നിന്നോട് വിവാദിക്കുന്നവർ നശിച്ചില്ലാതെയാകും. 11 വാക്യത്തിനകത്ത് 2 കൂട്ടരെ കാണാം. ഒന്ന് കോപിച്ചിരിക്കുന്നവരും, 2 വിവാദിക്കുന്നവരും. 12 വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, നിന്നോട് പോരാടുന്നവരെ നീ അന്വേഷിക്കും, കാണുകയില്ല താനും. നിന്നോട് യുദ്ധം ചെയ്യുന്നവർ നാസ്തിയും ഇല്ലായ്മയും പോലെയാകും. 12 വാക്യത്തിനകത്തും 2 കൂട്ടം പേര് എഴുതിയിരിക്കുകയാണ്. നിന്നോട് പോരാടുന്നവരും നിന്നോട് യുദ്ധം ചെയ്യുന്നവരോടും. അപ്പോൾ 11 12 വാക്യങ്ങൾക്കകത്ത് 4 കൂട്ടരെയാണ് എഴുതിയിരിക്കുന്നത്. 1, നിന്നോട് കോപിച്ചിരിക്കുന്നവർ. 2, നിന്നോട് വിവാദിക്കുന്നവർ. 3, നിന്നോട് പോരാടുന്നവർ. 4, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ. പ്രിയരെ, ഈ പ്രഭാതത്തിൽ കോപം കൊണ്ട് തകർത്ത് കളയേണ്ടതിന് അസൂയക്കാരും പിശാചും ഒരുപോലെ പദ്ധതികൾ തയ്യാറാക്കിയാൽ 13 വാക്യത്തിനകത്ത് പറയുകയാണ്, ഭയപ്പെടേണ്ട എന്ന്. കാരണമില്ലാതെ നിങ്ങളോട് ശത്രുക്കളായ ഒരു കൂട്ടം പേരുടെ നടുവിലാണോ നിങ്ങൾ പാർത്തുകൊണ്ടിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ പേരിൽ, പ്രാർത്ഥനയുടെ പേരിൽ, ആത്മീയ ആരാധനയുടെ പേരിൽ, പാരമ്പര്യം വിട്ടതിൻ്റെ പേരിൽ, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ, ദൈവവചനം അനുസരിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങളോട് കോപിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ 13 വാക്യം നമ്മളോട് പറയുകയാണ്, ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈക്ക് പിടിക്കും.
ആമേൻ. എപ്പോഴാ? ഒരു കൂട്ടം പേർ നിന്നോട് കോപിച്ചിരിക്കുമ്പോൾ. രണ്ടാമത്തെ കാര്യം പറയുന്നു, വിവാദിക്കുന്നവർ സമം വാദിക്കുന്നവർ, തെറ്റായ കാര്യങ്ങൾ നിരത്തി തോൽപ്പിക്കേണ്ടതിന്, പരാജയപ്പെടുത്തേണ്ടതിന് വാദിക്കുന്ന ഒരു കൂട്ടം പേർ മുൻപിലുണ്ടെങ്കിൽ, ആമേൻ, ഈ തിരുവചനം നമ്മോട് പറയുകയാണ്, ദൈവം നമ്മുടെ വലം കൈക്ക് പിടിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് വലം കൈക്ക് പിടിക്കുമെന്ന് മാത്രമല്ല, ഭയപ്പെടേണ്ട എന്നവൻ നമ്മോട് പറയും. 3, അവൻ നമ്മെ സഹായിക്കും. എപ്പോഴാ? കോപിച്ചുകൊണ്ട് ഒരു കൂട്ടം പേർ തകർക്കുവാൻ നിൽക്കുമ്പോൾ. മാത്രമല്ല, മറ്റൊരു കൂട്ടം പേർ വാദിക്കുന്നതിന് വേണ്ടി തെളിവുകൾ, കള്ള തെളിവുകൾ നിരത്തി പ്രതിസന്ധികൾ സൃഷ്ടിച്ച് മുൻപിലേക്ക് പോകുവാൻ കഴിയാത്ത നിലയിൽ ജീവിതം ഭാരമായി തീരുമ്പോൾ, മൂന്നാമതൊരു കൂട്ടം പേരെ 12-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുകയാണ്, നിന്നോട് പോരാടുന്നവർ. ആമേൻ. ഒരു നിലയിലും മുൻപിലോട്ടും പുറകിലോട്ടും പോകുവാൻ അനുവദിക്കാതെ, എല്ലാ നിലയിലും ഞെരുക്കിക്കൊണ്ട് ശാരീരികമായും മാനസികമായും തളർത്തിക്കളയേണ്ടതിന് പോർമുഖം സൃഷ്ടിച്ചുകൊണ്ട് വെളിപ്പെടുന്നവർ മുൻപിലുണ്ടോ? ഇന്ന് പകൽ കേൾക്കാതെ പോകരുതേ. ദൈവത്തിനൊരു ആലോചനയുണ്ട്. 13-ാം വാക്യം പറയുന്നു, ആമേൻ, ദൈവം നിന്റെ വലം കൈക്ക് പിടിക്കും. ദൈവം നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട എന്ന്. ആമേൻ. ദൈവം നിന്നെ സഹായിക്കും. പോരാട്ടങ്ങളുടെ നടുവിൽ പാടുപെട്ട് മുൻപോട്ട് പോകുന്നവരോട്, ആമേൻ, 3 കൂട്ടം പേരെ കുറിച്ച് ഞാൻ പറഞ്ഞു. 1, കോപിച്ചിരിക്കുന്നവർ ചുറ്റും നിൽക്കുകയാ. 2, വിവാദിക്കുന്നവരുടെ നടുവിലാണ് പാർക്കുന്നത്. 3, പോരാടുന്ന ഒരു കൂട്ടം പേരുണ്ട് മുൻപിൽ. അവരോട് പറയുകയാണ്, ഞാൻ നിന്റെ വലം കൈക്ക് പിടിക്കും. എന്താ കാര്യം? കോപിച്ചിരിക്കുന്നവർ തകർത്ത് കളയാതിരിക്കേണ്ടതിന്, വിവാദിക്കുന്നവർ നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന്, ആമേൻ, പോരാടുന്നവർ ഉടച്ച് നശിപ്പിച്ച് കളയാതിരിക്കേണ്ടതിന് വലം കൈക്ക് പിടിക്കുകയും ഭയപ്പെടേണ്ട എന്ന് പറയുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വെളിപ്പെടട്ടെ. ആ 12-ാം വാക്യം വായിച്ചു തീരുമ്പോൾ 4-മതൊരു കൂട്ടം പേരെ കുറിച്ച് പറയുകയാണ്, നിന്നോട് യുദ്ധം ചെയ്യുന്നവർ. ആയുധമെടുത്ത് നിനക്ക് നേരെ കയറി വരുന്ന ശത്രുവിന് തുല്യമായ ശക്തികൾ മുൻപിലുണ്ടെങ്കിൽ, ഒരു വലിയ യുദ്ധമുണ്ടെങ്കിൽ, ജനിച്ചതിന്റെ അന്ന് മുതൽ മുൻപോട്ട് പോകുവാൻ യുദ്ധം ചെയ്ത് പടവെട്ടി മുൻപിലോട്ട് പോകുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ആമേൻ, വീണ്ടും ജനിച്ചതിന് ശേഷം, രക്ഷിക്കപ്പെട്ടതിന് ശേഷം, സ്നാനപ്പെട്ടതിന് ശേഷം, പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചതിന് ശേഷം ഒരു വലിയ പോർക്കളത്തിലാണ്, യുദ്ധക്കളത്തിലാണ്, എന്നും പ്രതിസന്ധികൾ സൃഷ്ടിക്കേണ്ടതിന് മൂർച്ചയേറിയ ആയുധങ്ങളുമായി ശത്രു മുൻപിലുണ്ട് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ദൈവം നമ്മോട് പറയുകയാ, ഞാൻ നിന്റെ വലം കൈക്ക് പിടിക്കാം, ഞാൻ നിന്നോട് ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. 3-മത്തെ കാര്യം പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കും. ആമേൻ. എപ്പോഴൊക്കെയാ ഈ 3 കാര്യം ദൈവം നമ്മോട് പറയുന്നത്? കോപിച്ചിരിക്കുന്നവർ ചുറ്റുമുള്ളപ്പോൾ, വിവാദിക്കുന്നവർ ജീവിതയാത്രയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ, നിന്നോട് പോരാടുവാൻ ഒരു കൂട്ടം പേർ വരുമ്പോൾ. ആമേൻ. 4-മത്തെ കാര്യം, യുദ്ധസമമായ അനുഭവങ്ങളിലൂടെ ആത്മിക ജീവിതത്തിൽ, ഭൗതിക ജീവിതത്തിൽ മുന്നേറേണ്ടി വരുമ്പോൾ ദൈവത്തിന് പറയുവാനുള്ള ആലോചന ഇതാണ്, ഭയപ്പെടരുത്. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. 2, ഞാൻ നിന്നെ സഹായിക്കും. പ്രതിസന്ധികൾ അനുഭവിച്ച്, ഭാരങ്ങൾ അനുഭവിച്ച്, കോപിച്ചിരിക്കുന്നവരുടെ നടുവിൽ, വിവാദിക്കുന്നവരുടെ മുൻപിൽ, ആമേൻ, പോരാടുന്നവരുടെ ഇടയിൽ, യുദ്ധം ചെയ്യുന്ന ശക്തികളുടെ മുൻപിൽ ജീവിതം നയിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ 3 കാര്യങ്ങളാണ് ദൈവാത്മാവിന് നമ്മളോട് പറയുവാനുള്ളത്. ആമേൻ.
ഒന്നാമത്തെ കാര്യം ഇതാ, ഞാൻ നിന്റെ വലം കൈക്ക് പിടിക്കും. ആരാ വലം കൈക്ക് പിടിച്ചിരിക്കുന്നത്? ഒരു രാജാവല്ല, ഒരു ഭരണാധികാരിയല്ല, ഒരു അധികാരിയല്ല. സർവശക്തനായ ദൈവം കോപിച്ചിരിക്കുന്നവരുടെ മുൻപിൽ വലം കൈക്ക് പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്ന അത്ഭുതകരമായ ദിവസങ്ങളാകട്ടെ. ആമേൻ. കോപിച്ചിരിക്കുക മാത്രമല്ല, വിവാദിക്കുന്നു, പോരാടുന്നു, യുദ്ധം ചെയ്യുന്നു. ആ ശക്തികളുടെ മുൻപിൽ വലം കൈക്ക് പിടിച്ച് ഭയപ്പെടേണ്ട എന്ന് ഇടയ്ക്കിടയ്ക്ക് കാതിൽ പറഞ്ഞ് തക്ക സമയത്ത് സഹായം എത്തിച്ച് മുൻപിലേക്ക് നടത്തുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ? വിജയമുറപ്പാണ്, അത്ഭുതമുറപ്പാണ്, ജയമുറപ്പാണ്. ഇന്ന് പ്രഭാതത്തിൽ ഏത് വിഷയത്തിന് വേണ്ടിയാണോ നിങ്ങൾ ആവലാതിയോടെ പ്രാർത്ഥിക്കുന്നത്, ആ വിഷയത്തിന് മീതെ ദൈവിക സഹായം വെളിപ്പെടുന്ന അത്ഭുതത്തിന്റെ പകലായി തീരട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമോ? ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. കരുണയുള്ള കരങ്ങളിൽ വഹിക്കും, നന്മകളെ കൊടുക്കും. ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് നന്ദി. സർവശക്തന്റെ സാന്നിധ്യം പകരും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.